ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ചെടികളും പിന്നെ നമ്മുടെ വീട്ടിലുള്ള പൂച്ച ഉണ്ട്, അതും ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. പിന്നെ ഫുഡ് ആണ്. ഫുഡ് സാധാരണ നമ്മൾ ഇടുന്ന തന്നെ നൂൽപുട്ടാണ്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കുമ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ രാവിലെ തന്നെ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളമാണ്, തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയിട്ട് ടീസ്പൂൺ കൊണ്ട് ഇളക്കി ഒന്ന് വാട്ടിയതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കുഴച്ചിട്ടാണ് ചൂട്ട് കൊടുക്കാൻ തന്നെ കുഴച്ചെടുക്കുന്നത്. ഒന്ന് വെള്ളം നനച്ചിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇതുപോലെ ആയിട്ട് എടുത്തിട്ടുണ്ട്. നന്നായി കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പത്തിരിക്ക് കുഴക്കണ പോലെ ഒന്നും കുഴക്കണ്ട, പെട്ടെന്നൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അതാ ഇന്ന് കാൽഭാഗം എടുത്തിട്ട് നമ്മൾ നൂൽപുട്ടിൻ്റെ ഇതിലൊന്ന് ഇട്ടൊന്നതാ 2 തട്ടിലും പീച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. വെള്ളം ചേമ്പിൽ വെച്ചിട്ട് നമ്മളത് മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മൾ മുട്ടക്കൂർമക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് സബോള ഇട്ട് കൊടുത്ത് തക്കാളിയും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ കുറുമ ഉണ്ടാക്കണ പോലെയല്ല, വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുട്ടൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നൂൽപുട്ടൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി അത് കാസറോളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാതും 2 തട്ടിലുള്ളതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറുമ ഉണ്ടാക്കാൻ തന്നെയാണ്. അത് തക്കാളി സബോളയും ഇഞ്ചി വെളുത്തുള്ളിയും മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബദാമും അണ്ടിപ്പരിപ്പിട്ട് അരച്ചെടുത്തിട്ട് ഇതിൽ ഒഴിച്ച് കൊടുത്തതാണ്. അപ്പോൾ അതിലുള്ള ഇൻഗ്രീഡിയൻസാണ് കാണിച്ചത്. രണ്ടാമത് കടുകും പച്ചമുളകും മല്ലിച്ചപ്പും ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയതാണ്, വേപ്പിൻ്റെ ഇലയും കൂടെ. അപ്പോൾ ആ ചെടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇറങ്ങിയതാണ്. ഇത് നമ്മുടെ പെങ്ങളവിടുത്തെ മോളവിടുത്തെ ചെടീൻ്റെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് ഇന്നലെ കൊടുന്ന് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പം ഇവിടെ ഉള്ള ചെടി അതേ ഇതിൽ തന്നെയാണ്, പക്ഷെ വ്യത്യാസമൊന്നുമില്ല. എന്നാലും ചില ചെടികളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീഡിയോ ചെയ്തതാണ് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടായ ആഫ്രിക്കൻ മല്ലിച്ചപ്പാണ്. അതുപോലെ കാശ്മീരി മുളക് പാവിയതാണ്. അപ്പം അങ്ങനെ തന്നെ നമ്മുടെ വീട്ടിലെ കുഞ്ഞാപ്പി എന്ന് പറയുന്ന പൂച്ചയാണത്. മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. വലിയ പൂച്ച ആയിരിക്കണം. പിന്നെ നമ്മുടെ വീട്ടിലത്തെ കിളികളാണ്, കോക്ടെയിൽ. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.